Hi dears, welcome back to my channel. ഇന്നത്തെ റെസിപ്പി നമുക്ക് ലഭ്യമായ ഫലവർഗ്ഗങ്ങൾ കൊണ്ട് നല്ല സ്വാദിഷ്ടമായൊരു ഫ്രൂട്ട് പിസ്സയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടും കൂടിയാണിത്. അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രൂട്ട് പിസ്സയുടെ ക്രസ്റ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഏകദേശം 3 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ 1/2 കപ്പ് തരിയായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-3 ബാച്ചസ് ആയി ചേർത്ത് പഞ്ചസാരയും ബട്ടറും നല്ല യോജിച്ച് സോഫ്റ്റ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി ചേർക്കരുത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമുക്ക് ഇതോടൊപ്പം 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്ട് കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മിക്സ് ആയി വന്നാൽ മാത്രം മതിയാകും. ഇപ്പൊ നല്ല മിക്സായി ക്രീമിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അരിപ്പയിലേക്ക് 1 കപ്പും 3 ടേബിൾ സ്പൂൺ മൈദാമാവിനോടൊപ്പം 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തതിന് ശേഷം ബേക്കിംഗ് പൗഡർ മാവിലൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബൗളിലേക്ക് മാവ് ഒരുമിച്ച് ചേർക്കാതെ 2-3 ബാച്ചസ് ആയി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഫ്രൂട്ട് പിസ്സയുടെ ക്രസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്പാച്ചുല കൊണ്ട് ഒതുക്കിയെടുക്കാം. അതുപോലെ മാവിന്റെ പരുവം എന്ന് പറയുന്നത് സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിലായിരിക്കും. ഇനി ഇത് നമുക്ക് ഏകദേശം 15 തൊട്ട് 20 മിനിറ്റോളം പ്ലാസ്റ്റിക് റാപ്പിലോ സിപ്പ് ലോക്കിലോ അതല്ലെങ്കിൽ ഈ ബൗളോട് കൂടെ തന്നെ വയ്ക്കാം. ഇനി ഇത് ഏകദേശം 15 മുതൽ 20 മിനിറ്റോളം മാവ് സെറ്റായി കിട്ടുന്നതിനായി ഫ്രീസറിൽ വെക്കണം. ഇപ്പൊ ക്രസ്റ്റ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 10 ഇഞ്ചിന്റെ പിസ്സ പാൻ അല്ലെങ്കിൽ ഇതുപോലൊരു ദോശക്കല്ലെടുത്ത് അതിന് മുകളിലേക്ക് ബട്ടർ പുരട്ടിയ പാർച്ച്മെന്റ് പേപ്പർ വെക്കാം. അതിനുശേഷം ക്രസ്റ്റ് കല്ലിൽ വെച്ച് കൈകൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കണം. പ്രസ് ചെയ്യുമ്പോഴേക്ക് എല്ലാ വശവും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ തന്നെ പരത്തി വെക്കണം. ഇനി നമുക്കിതിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോർക്ക് ഉപയോഗിച്ച് ഹോളിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിസ്സയുടെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. പിസ്സ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അതിനായി 350 ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 12 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 12 മിനിറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചില അവനില് ടെമ്പറേച്ചർ വേരിയേഷൻ കാണും. അപ്പൊ 1-2 മിനിറ്റ് കൂടെ കൂടുതലായിട്ട് വയ്ക്കേണ്ടി വരും. അപ്പൊ പിസ്സ ക്രസ്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫില്ലിംഗ് ആണ് ചെയ്യാനായിട്ടുള്ളത്. തണുക്കുന്ന സമയം കൊണ്ട് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിലേക്കായി ഞാനിവിടെ 4 ഔൺസ്
റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് വെച്ച് സ്പാച്ചില ഉപയോഗിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. പ്രത്യേകിച്ച് ക്രീം ചീസ് ബീറ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും സ്പാച്ചിലയോ സ്പൂണോ ഉപയോഗിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. സോഫ്റ്റായ ക്രീം ചീസിലേക്ക് 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റും 1 ടീസ്പൂൺ ലെമൺ സിസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ സിസ്റ്റ് ഇല്ലെങ്കിൽ ഓറഞ്ചിന്റെ സിസ്റ്റ് ചേർത്താലും മതിയാകും. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇത്രയൊന്ന് ചേർത്ത് ഇളക്കിയതിനു ശേഷം 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർക്കാം. വിപ്പിംഗ് ക്രീം ഇല്ല എങ്കിൽ 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി ഇത് തിക്ക് ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രോസ്റ്റിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇനി തണുത്ത കുക്കിയുടെ ക്രസ്റ്റിലേക്ക് ഫ്രോസ്റ്റിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫ്രോസ്റ്റിംഗ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പിzzയുടെ ക്രസ്റ്റിലേക്ക് നല്ല ചേർന്ന് കിട്ടുന്നതിനായി 10 തൊട്ട് 15 മിനിറ്റ് വരെ ഫ്രീസറിൽ ചില്ല് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫലവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം പിസ്സ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാമ്പഴവും പൈനാപ്പിളും ബെറീസും ഗ്രേപ്സും ഓറഞ്ചുമാണ്. ഫ്രൂട്ട് പിzzയില് ഫ്രൂട്ട്സ് എല്ലാം ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഞാനിത് മുറിച്ച് കാണിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാല് ഫ്രൂട്ട്സിന്റെ മധുരവും അതിൽ ചേർത്തിരിക്കുന്ന ഫ്രോസ്റ്റിങ്ങും പിന്നെ ക്രസ്റ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റും വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറും ആണ്. അതുപോലെ കുട്ടികളുടെ പാർട്ടിക്കും ബർത്ത്ഡേ ഫംഗ്ഷൻസിനും സെർവ് ചെയ്യാൻ പറ്റിയ സ്വാദിഷ്ടമായൊരു വെറൈറ്റി ഡെസേർട്ടാണിത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും വീണ്ടും ചെയ്ത് കഴിക്കാൻ തോന്നും. ഇനി ഇതുപോലെ ബാക്കി വന്ന പിസ്സ ഒരു പ്ലാസ്റ്റിക് റാപ്പോ അതല്ലെങ്കിൽ കണ്ടെയ്നറിലോ വെച്ച് 2 തൊട്ട് 3 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്